നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനെയും, ഈ പ്രപഞ്ചത്തെ തന്നെയും നിയന്ത്രിക്കുന്ന ചില അടിസ്ഥാന നിയമങ്ങളുണ്ടല്ലേ? അത്തരത്തിൽ ഈ പ്രപഞ്ചത്തെ ഓരോ നിമിഷവും ഇങ്ങനെ മാറ്റിയെഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതാണ് ന്യൂക്ലിയർ ഡീകേ. അപ്പോൾ ഒരു ആറ്റത്തിന്റെ ഹൃദയം, അതായത് അതിന്റെ ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആയാൽ എന്ത് സംഭവിക്കും? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോ എന്താണ് ഈ ന്യൂക്ലിയർ ഡീകേ എന്ന് പറഞ്ഞാൽ? സിമ്പിളായി പറഞ്ഞാൽ, അസ്ഥിരമായ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് അതിന്റെ എക്സ്ട്രാ എനർജി റേഡിയേഷനായി പുറത്തുവിട്ട് സ്റ്റേബിൾ ആവുന്ന ഒരു പ്രോസസ്സാണിത്. ശരിക്കും പറഞ്ഞാൽ സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള ഒരു യാത്രയാണിത്. ഇതൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു കുന്നിന്റെ മുകളിൽ ഒരു പന്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? അതെപ്പോഴും താഴേക്ക്, ഏറ്റവും സ്റ്റേബിളായ താഴ്വരയിലേക്ക് ഉരുണ്ടുപോകാൻ നോക്കില്ലേ? അതുപോലെ തന്നെയാണ് ഇതും. കൂടിയ എനർജി ലെവലിൽ നിന്ന് കുറഞ്ഞ, കൂടുതൽ സ്റ്റെബിലിറ്റിയുള്ളൊരവസ്ഥയിലേക്ക് മാറാനുള്ളൊരു ശ്രമം. അപ്പോൾ ഒരു ചോദ്യം വരാം, എന്തിനാണ് ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസ് ഇങ്ങനെ അൺസ്റ്റേബിൾ ആവുന്നത്? കാരണം അതിനകത്തുള്ള പ്രോട്ടോണുകളും ന്യൂട്രോണുകളും തമ്മിലുള്ള ഒരു ബാലൻസ് തെറ്റുന്നതുകൊണ്ടാണ്. ഈ ഒരു എക്സ്ട്രാ എനർജിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്റ്റേബിൾ ആകാനുള്ളൊരു യാത്രയാണ് ഈ ഡീകേ എന്ന് പറയുന്നത്. ശരി, അപ്പോൾ ആ യാത്രയിലെ ആദ്യത്തെ വഴി ഏതാണെന്ന് നമുക്ക് നോക്കാം. അതാണ് ആൽഫ ഡീകേ. ഇതിനെ നമുക്കൊരു ഗ്രേറ്റ് എസ്കേപ്പ് എന്നൊക്കെ പറയാം. നമ്മുടെ കുന്നിൻ മുകളിലെ പന്ത് താഴേക്ക് ചാടാൻ ശ്രമിക്കുന്നത് പോലെ. ആൽഫ ഡീകേയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലേ, അതതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പാക്കേജിനെ പുറത്തേക്ക് തള്ളും. ആ പാക്കേജ് എന്താണെന്നോ? 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ചേർന്ന ഒരു ഹീലിയം ന്യൂക്ലിയസ്. വലിയ ന്യൂക്ലിയസുകളിലെ പ്രോട്ടോണുകൾക്ക് തമ്മിൽ ഒരുമിച്ച് നിൽക്കാൻ മടിയാണ്. അവർ തമ്മിൽ തള്ളി മാറ്റാൻ നോക്കും. അതാണിതിന്റെ പ്രധാന കാരണം. പക്ഷേ ഇവിടെയാണൊരു ട്വിസ്റ്റ്. ഈ പുറത്തു പോകാൻ ശ്രമിക്കുന്ന ഹീലിയം ന്യൂക്ലിയസ് ശരിക്കും ഒരു വലിയ എനർജി ബാരിയറിനുള്ളിൽ ട്രാപ്ഡാണ്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ പുറത്തു കിടക്കും? അതിനൊരു വഴിയേ ഉള്ളൂ: ആ മതിലിനെ തുരന്ന് അപ്പുറം കടക്കിടുക. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം, പക്ഷെ ക്വാണ്ടം ലോകത്ത് ഇത് സാധ്യമാണ്. ഇതിനെയാണ് നമ്മൾ ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഗൈഗർ-നട്ടാൾ റൂള് വരുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, പുറത്തുവരുന്ന എനർജിയിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ മതി, ഡീകേ സംഭവിക്കാനെടുക്കുന്ന സമയത്തിൽ ഭയങ്കരമായ വ്യത്യാസം വരും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, പുറത്തുവരുന്ന എനർജി ഏകദേശം 9 മെഗാ ഇലക്ട്രോൺ വോൾട്ട് അഥവാ MeV ആണെന്ന് വയ്ക്കുക. പാർട്ടിക്കിൾ ഫിസിക്സിൽ ഇതൊരു വലിയ എനർജിയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹാഫ് ലൈഫ് എത്രയാണെന്നറിയോ? വെറും മൈക്രോ സെക്കൻഡുകൾ. അതായത് കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗത്തിൽ ഡീകേ നടക്കും. ഇനി നമുക്ക് എനർജി കുറച്ചൊന്ന് താഴ്ത്തി നോക്കാം. ഏകദേശം 4 MeV, അതായത് നേരത്തെ കണ്ടതിന്റെ പകുതിയിൽ താഴെ മാത്രം. അപ്പോൾ എന്തു സംഭവിക്കും? അതിന്റെ റിസൾട്ട് കേട്ടാ നിങ്ങൾ ഞെട്ടും. ഹാഫ് ലൈഫ് ശതകോടിക്കണക്കിന് വർഷങ്ങളായി മാറും. ബില്യൺസ് ഓഫ് ഇയേഴ്സ്. കണ്ടില്ലേ? എനർജിയിലുണ്ടായ ചെറിയൊരു വ്യത്യാസം സമയത്തിനെ എങ്ങനെയാണ് മാറ്റിമറിച്ചതെന്ന്. ശരി, അപ്പോൾ ആൽഫ ഡീകേ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ പുറത്തേക്ക് ചാടി രക്ഷപ്പെടുന്നതാണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ബീറ്റ ഡീകേ അതിനേക്കാളും വിചിത്രമാണ്. ഇവിടെ ആരും പുറത്തേക്ക് പോകുന്നില്ല, പകരം ന്യൂക്ലിയസിന്റെ ഉള്ളിലിരുന്ന് ഒരു പാർട്ടിക്കിൾ അതിന്റെ ഐഡന്റിറ്റി തന്നെ മാറ്റുകയാണ്. ഒരു ഐഡന്റിറ്റി സ്വാപ്പ്. ഈ ഐഡന്റിറ്റി മാറ്റത്തിന് 3 പ്രധാന വഴികളുണ്ട്. ഒന്നുകിൽ ഒരു ന്യൂട്രോൺ പ്രോട്ടോണായി മാറും, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഒരു പ്രോട്ടോൺ ന്യൂട്രോണായി മാറും. മൂന്നാമതൊരു വഴിയുമുണ്ട്: ഒരു പ്രോട്ടോൺ പുറത്തുനിന്ന് ഒരു ഇലക്ട്രോണിനെ പിടിച്ച് ന്യൂട്രോണായി മാറും. ഈ എല്ലാ കളികളിലും ഒരു നിഗൂഢനായൊരു പങ്കാളിയുണ്ട്: ഗോസ്റ്റ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്ന ന്യൂട്രീനോ. ഇവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. ബീറ്റ ഡീകേ നടക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണില്ലേ, അത് നേരത്തെ ന്യൂക്ലിയസിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒന്നല്ല, ഒരിക്കലുമല്ല. പകരം ആ ഡീകേ നടക്കുന്ന അതേ നിമിഷം അവിടെയുള്ള എനർജിയിൽ നിന്ന് അത് സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എനർജിയിൽ നിന്ന് ഒരു പാർട്ടിക്കിൾ ഉണ്ടാകുന്നു. അല്ല, ഈ പ്രപഞ്ചത്തിന് അങ്ങനെ പ്രത്യേക ഇഷ്ടങ്ങളോ അലിഷ്ടങ്ങളോ ഒക്കെയുണ്ടോ? ഒരു വശം കൂടുതൽ ഇഷ്ടം, മറ്റേ വശം ഇഷ്ടമില്ലായ്മ, അങ്ങനെയൊക്കെ? ഈ ചോദ്യം നമ്മളെ ബീറ്റ ഡീകേയുടെ മറ്റൊരു അത്ഭുതത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പം നോക്കൂ, നമ്മൾ ബീറ്റ ഡീകേ എന്ന പ്രോസസ്സിനെ ഒരു കണ്ണാടിയിൽ കാണുകയാണെന്ന് വെക്കുക. നമ്മളെന്താ പ്രതീക്ഷിക്കുക? ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബവും യഥാർത്ഥ പ്രോസസ്സും ഒരുപോലെ ഇരിക്കണം, അല്ലേ? പക്ഷേ സത്യം അതല്ല. ബീറ്റ ഡീകേ സിമെട്രിക്കല്ല. അതിന്റെ മിറർ ഇമേജ് വേറൊരു രീതിയിലാണ് പെരുമാറുക. സിംപിളായി പറഞ്ഞാൽ, പ്രകൃതിക്ക് ഇടതും വലതും തിരിച്ചറിയാൻ പറ്റും. ഇതിനെയാണ് ഫിസിക്സിൽ പാരിറ്റി വയലേഷൻ എന്ന് പറയുന്നത്. ശരി, അപ്പോൾ ആൽഫ ബീറ്റ ഡീകേ പോലെയുള്ള വലിയ കോലാഹലങ്ങൾക്കെല്ലാം ശേഷം ന്യൂക്ലിയസ് ഒന്ന് അടങ്ങിയൊതുങ്ങുന്ന ഒരു സമയമുണ്ട്. ആ ഒരു അവസാനത്തെ നെടുവീർപ്പാണ്, ആ ഒരു ആശ്വാസമാണ് ഗാമ ഡീകേ. അതായത് ഒരു ആൽഫ അല്ലെങ്കിൽ ബീറ്റ ഡീകേ കഴിഞ്ഞാലും
ന്യൂക്ലിയസ് ചിലപ്പോൾ കുറച്ചൊരു എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും, പൂർണ്ണമായി ശാന്തമായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് പൂർണ്ണമായും സ്റ്റേബിളായ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള എക്സ്ട്രാ എനർജി ഒരു ഫോട്ടോണായി, അതായത് ഒരു ഗാമ കിരണമായി പുറത്തേക്ക് വിടും. നമ്മുടെ കുന്നിന്മുകളിലെ പന്ത് ഉരുണ്ടുവന്ന് താഴ്വരയിലെ ഏറ്റവും താഴ്ന്ന പോയിന്റിലെത്തിയ പോലെ ഫൈനൽ സെറ്റിൽമെന്റ്. അപ്പോൾ നമ്മൾ 3 തരം ഡീകെ കണ്ടു. ഈ 3 വ്യത്യസ്ത പ്രോസസ്സുകളും ഒരുമിച്ച് ചേർന്ന് എങ്ങനെയാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് നോക്കിയാലോ? ഇവിടെ നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയറാവും. ആൽഫ ഡീകെ നടക്കുന്നത് പ്രോട്ടോണുകൾ തമ്മിലുള്ള തള്ളിമാറ്റം, അതായത് കൂളോംബ് റിപ്പൾഷൻ കാരണമാണ്. ബീറ്റ ഡീകയുടെ പിന്നിൽ വീക്ക് ഇന്ററാക്ഷനാണ്. ഗാമ ഡീകയുടെ പിന്നിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും. ഇവയെല്ലാം ആത്യന്തികമായി സ്റ്റെബിലിറ്റി നേടാനുള്ള ഓരോ വഴികളാണ്. അപ്പോൾ ഇതൊന്നും വെറും ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള ഫിസിക്സ് നിയമങ്ങൾ മാത്രമല്ല. ഒന്നാലോചിച്ച് നോക്കൂ. നക്ഷത്രങ്ങൾക്കുള്ളിൽ ഫ്യൂഷൻ നടന്ന് ഊർജ്ജമുണ്ടാകുന്നത് മുതൽ കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഫോസിലുകളുടെ കാലം നമ്മൾ കണ്ടുപിടിക്കുന്നത് വരെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ അടിസ്ഥാന നിയമങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിന്റെ കഥ എഴുതുന്നത് ഈ നിയമങ്ങളാണ്. ഈ നിയമങ്ങളെല്ലാമാണ് നമ്മുടെ റിയാലിറ്റിയെ, നമ്മുടെ യാഥാർത്ഥ്യത്തെ നിർണ്ണയിക്കുന്നത്. പക്ഷെ ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. ഇതിലേതെങ്കിലും ഒരു നിയമത്തെ നമുക്ക് ലംഘിക്കാൻ, ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നൊരു വഴി നമ്മൾ കണ്ടെത്തിയാലോ എന്ത് സംഭവിക്കും? ഈ ഒരു ചിന്ത നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം.